സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സാങ്കേതിക സർവകലാശാലയിലെ സർട്ടിഫിക്കറ്റ് വിതരണം പൂർണ്ണമായും സ്തംഭിച്ചു. വിദേശ പഠനത്തിന് പോകേണ്ട വിദ്യാർത്ഥികളടക്കം പ്രതിസന്ധിയിലാണ്. തപാൽ വകുപ്പിന് നൽകാൻ പണമില്ലാതായതോടെയാണ് സർട്ടിഫിക്കറ്റ് വിതരണം മുടങ്ങിയത്. സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകുന്നതിനുള്ള വെബ്സൈറ്റ് സർവകലാശാല ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുമുണ്ട്. നിരവധി വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലായ സാഹചര്യമാണിത്. തപാൽ വകുപ്പിന് കൊടുക്കാൻ കാശില്ലേ എന്നതാണ് വകുപ്പിനോടുള്ള ചോദ്യം. എന്തായാലും വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നതിനായൊക്കെ ഈ സർട്ടിഫിക്കറ്റ് കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് KTUവിൽ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത സാഹചര്യമുള്ളത്. ഇതൊക്കെ സർക്കാർ കേൾക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഗോപാൽ ശിലാസനൽ, ഗുഡ് ഈവനിംഗ്. തപാൽ വകുപ്പിന് കൊടുക്കാനുള്ള കാശ് കൊടുക്കാത്തതിന് വിദ്യാർത്ഥികൾ എന്ത് വിളിച്ചു? അവരുടെ ഈ സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് അവരുടെ മുന്നോട്ടുള്ള യാത്രയെ തന്നെ പ്രതിസന്ധിയിലാക്കില്ലേ ഗോപാൽ? അത് തീർച്ചയായിട്ടും സുജയ, ഈ ഘട്ടത്തിൽ സാങ്കേതിക സർവകലാശാലകളിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സർവകലാശാലയിൽ വൈസ് ചാൻസലറും രജിസ്ട്രാറും ഇല്ലാതെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഘട്ടത്തിലാണ് ബജറ്റ് പാസ്സാകാത്തത് മൂലം ഇപ്പോൾ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിതരണം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു എന്ന തരത്തിലേക്കുള്ള വിവരം പുറത്തു വരുന്നത്. അതായത് അതിനുള്ള കാരണം സർവകലാശാലയിൽ തപാൽ വകുപ്പിന് കൊടുക്കാനുള്ള പണമില്ലാത്തതിനാലാണ് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത്. എക്സ്പ്രസ്, അതിനോടൊപ്പം തന്നെ റെഗുലർ, ഫാസ്റ്റ് ട്രാക്ക് സർട്ടിഫിക്കറ്റുകൾ ഒന്നും തന്നെ ഇപ്പോൾ വിതരണം ചെയ്യുന്നില്ല. ഇപ്പോൾ പുതിയതായ അപേക്ഷകൾ സ്വീകരിക്കാതിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായ പ്രശ്നം. കാരണം ഈ അപേക്ഷകൾ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളോട് മറുപടി പറയാനില്ലാത്തതിനാൽ തന്നെ അപേക്ഷകൾ അയക്കേണ്ട വെബ്സൈറ്റ്, അതിൻ്റെ ആ വിഭാഗം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അധികൃതർ. ഏകദേശം ജൂലൈ മാസം മുതൽ ഇന്നീ ദിവസം വരെ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സിൻഡിക്കേറ്റ് വൈസ് ചാൻസലർ തർക്കം മൂലം, മുൻപുണ്ടായിരുന്ന VC K ശിവപ്രസാദും സിൻഡിക്കേറ്റ് തമ്മിലുള്ള തർക്കം മൂലം ബജറ്റ് പാസ്സായിരുന്നില്ല. ബജറ്റ് പാസ്സാകാതെ നേരത്തെ വോട്ട് ഓൺ അക്കൗണ്ട് വഴിയായിരുന്നു സർവകലാശാലയുടെ ഭരണ സംവിധാനം സാമ്പത്തികമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ വോട്ട് ഓൺ അക്കൗണ്ടിന്റെ കാലാവധിയായ 3 മാസം കഴിയുന്നതോടുകൂടി പിന്നീട് ബജറ്റ് പാസ്സാക്കുകയോ സിൻഡിക്കേറ്റ് ചേരുകയോ ചെയ്തിട്ടില്ല.